നമസ്കാരം. കേരളക്കരയാകെ പിടിച്ചുകുലുക്കിയ സംഭവമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ്. ജനപ്രിയ നായകനായി തിളങ്ങി നിൽക്കുന്ന വേളയിലായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ് പുറത്തുവരുന്നത്. ദിലീപിന്റെ പേരും ഉയർന്നു കേട്ടതോടെ നടനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും രംഗത്തെത്തിയിരുന്നു. 2017 ഫെബ്രുവരി 17-നാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടി ആക്രമിക്കപ്പെട്ടത്. കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത്. പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു. പലരും പരസ്യമായി തന്നെയാണ് നടനൊപ്പം നിന്നത്. ചിലരാകട്ടെ ദിലീപിനെ എതിർത്തുകൊണ്ടാണ് നിന്നിരുന്നത്. ഇതിലൊന്നും അഭിപ്രായം പറയാതെ നിന്നവരും ഏറെയുണ്ട്. ഇപ്പോൾ കേസിലെ വിചാരണ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ ദിലീപുമായി ബന്ധപ്പെട്ട മറ്റു ചില വിഷയങ്ങളും ചർച്ചയാവുകയാണ്. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിൽ തന്നെയാണ് മലയാള സിനിമാ ലോകത്ത് ദിലീപിന് നഷ്ടമായ സ്വാധീനത്തെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാകുന്നത്. ദിലീപിന് അവസരം ലഭിച്ചപ്പോൾ പൃഥ്വിരാജ് ഒതുക്കുകയായിരുന്നുവെന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഒരു വിഭാഗം ആളുകൾ പ്രത്യേക താല്പര്യത്തോടെ തന്നെ അഴിച്ചുവിടുന്നത്. എന്നാൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു നീക്കം കാരണമല്ല ദിലീപിനും അദ്ദേഹത്തിന്റെ സിനിമകൾക്കും മലയാളി പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയാത്തതെന്നാണ് ഡോക്ടർ R.K. തിരൂർ എന്ന സിനിമാ പ്രേമി അഭിപ്രായപ്പെടുന്നത്. കാലവും ആസ്വാദന നിലവാരവും മാറിയതറിയാതെ സ്വന്തം ശൈലികളിൽ മാറ്റം വരുത്താതെ വീണ്ടും പഴയ ചളികൾ പുതിയ മോഡലിൽ ഇറക്കിയും സംവിധാനത്തിലും സ്ക്രിപ്റ്റിലും അനാവശ്യ കൈകടത്തൽ നടത്തുകയും ചെയ്തതുകൊണ്ടാണ് ദിലീപ് ഫീൽഡ് ഔട്ട് ആയത്. കാലവും ആസ്വാദന നിലവാരവും മാറിയതറിയാതെ സ്വന്തം ശൈലികളിൽ മാറ്റം വരുത്താതെ വീണ്ടും പഴയ ചളികൾ പുതിയ മോഡലിൽ ഇറക്കുകയും സംവിധാനത്തിലും സ്ക്രിപ്റ്റിലും അനാവശ്യ കൈകടത്തൽ നടത്തുകയും ചെയ്തതുകൊണ്ടാണ് ദിലീപ് ഫീൽഡ് ഔട്ട് ആയത്. ഇപ്പോൾ ദിലീപ് മലയാളത്തിൽ പഴയ തിണ്ണമിടുക്കിനപ്പുറം ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു നടൻ മാത്രമാണ്. എന്നിട്ടും ഡീഗ്രേഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവാത്തത് ഒറ്റ കാര്യമാണ്. എല്ലാ സിനിമയും വിജയിച്ച് ടോപ്പായി നിൽക്കുന്ന ഒരു നടനെ ഡീഗ്രേഡ് ചെയ്യാൻ കുറെ പേർ ശ്രമിക്കുന്നു. ചാനൽ വ്യാജ വാർത്ത ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വാസയോഗ്യമാണ്. ഇതിപ്പോൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഒറ്റ ഹിറ്റ് പോലും ഇല്ലാത്ത ഇറങ്ങുന്ന പടങ്ങൾ മൊത്തം പൊട്ടി പാളീസാവുന്ന ഒരു നടനെ ഡീഗ്രേഡ് ചെയ്തിട്ട് ആർക്ക് എന്താണ് നേട്ടം? അതുപോലെ ദിലീപിന്റെ പഴയ ത്യാഗങ്ങളുടെയും നന്മയുടെയും ഒക്കെ പൊലിപ്പിച്ച കഥകൾ വീണ്ടും വീണ്ടും വന്നു പോകുന്നു. പണ്ട് ദിലീപിന്റെ കുറെ സിനിമകൾ ഹിറ്റായത് സത്യം. ഞാനും അദ്ദേഹത്തിന്റെ മിക്ക സിനിമകളും തിയേറ്ററിൽ പോയി കണ്ടിരുന്നു. അക്കാലത്ത് എന്റെ പഠനകാലത്ത് ദിലീപ് തിളങ്ങി നിന്നപ്പോൾ വന്ന 40-ലധികം സിനിമകളിൽ 30-ലധികം എണ്ണവും തിയേറ്ററിൽ പോയി കണ്ട ആളാണ് ഞാൻ. പിന്നെ പൾസർ സുനിയുമായി ബന്ധപ്പെട്ട ആരോപണം വരുന്നതിന് മുൻപ് തന്നെ ഒരേ ശൈലിയിലെ ചളിയും വെറുപ്പിക്കലും മാത്രമുള്ള കുറെ സിനിമകൾ വന്നപ്പോൾ ദിലീപിന്റെ സിനിമകൾ കാണുന്നത് കുറഞ്ഞു. എങ്കിൽ പോലും 2012 വരെയൊക്കെ നല്ല സിനിമകളൊക്കെ കണ്ടിരുന്നു. 2012-ലെ മായാമോഹിനി തന്നെ ഹിറ്റായിരുന്നെങ്കിലും മഹാവെറുപ്പിക്കലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിനുശേഷം വന്ന ചിലതൊക്കെ കൊള്ളാമെങ്കിലും അവയിലും സ്ഥിരം ദിലീപിനെ തന്നെ കാണാൻ പറ്റിയുള്ളൂ. 2013 വന്ന സൗണ്ട് തോമാണ് ഞാൻ അവസാനം തിയേറ്ററിൽ നിന്ന് കണ്ട ദിലീപ് സിനിമ. പിന്നെ അങ്ങ് വില്ലാളി വീരൻ, നാടോടി മന്നൻ, ശൃംഗാരവേലൻ, മര്യാദരാമൻ എന്നൊക്കെ പറഞ്ഞ് സഹിപ്പിക്കലിന്റെ തുടർക്കഥയായിരുന്നു. ടിവിയിൽ വന്നപ്പോഴൊക്കെ അരമണിക്കൂർ സഹിക്കാൻ വരെ പറ്റാഞ്ഞവയാണ് അവയൊക്കെ. അതിനുമൊക്കെ കുറെ കഴിഞ്ഞല്ലേ പീഡനവും കേസും ഒക്കെ ഉണ്ടായത്. 2014 വന്ന കിങ് ലെയർ പോലെ ഒരു നുണയനാണ് ദിലീപ് എന്ന 2017 നടന്ന സംഭവത്തിലൂടെ സമൂഹത്തിൽ തോന്നലുണ്ടായതും 2016 വെൽക്കം ടു സെൻട്രൽ ജയിൽ 2017 അറം പറ്റിയതുമൊക്കെ അഭിനയ ജീവിതത്തിന്റെ ആന്റി ക്ലൈമാക്സ് ആയി കണ്ടാൽ മതി. 2017 ആ സംഭവത്തിനു ശേഷം ദിലീപിനെ തകർക്കാൻ നടക്കുന്നു എന്നൊക്കെയുള്ള ആരോപണം ഒരു പോയ വാക്കത്തി മാത്രമാണെന്ന് ദിലീപിന്റെ ഇക്കാലത്തെ സിനിമകൾ കാണുന്ന ഒരു സാധാരണ സിനിമാസ്വാദകന് മനസ്സിലാവും. അതിനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ തകർണം എന്ന വാശിയുള്ളതുപോലെ പൊട്ടപ്പടങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് അഭിനയിച്ച ആൾക്ക് പീഡന കേസൊന്നും വേണ്ട അനിവാര്യമായ പതനത്തിന്. വ്യക്തിജീവിതത്തിൽ ആരോപിക്കപ്പെടുന്ന വഴിവിട്ട നീക്കങ്ങളും ഗുണ്ടായുസവും ഒക്കെ ശരിയല്ലെന്ന് വിശ്വസിപ്പിക്കേണ്ട കാര്യം ദിലീപ് ഫാൻസ് അല്ലാത്ത ബഹുഭൂരിപക്ഷം വരുന്ന മലയാളികൾക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ദിലീപിന് തിരിച്ചുവരവ് വേണമെന്നുണ്ടെങ്കിൽ നന്മമരമാക്കലും ഇരവാദവും നിർത്തി നല്ല സിനിമ ഇറക്കുകയാണ് വേണ്ടത്. കരിയർ തുടങ്ങിയ കാലത്തെ മാനറിസങ്ങളും കോപ്രായങ്ങളും മിമിക്രിയും കൊണ്ടൊന്നും ഇന്നത്തെ മലയാള സിനിമയിൽ ഒന്നും നടക്കില്ല. ഇപ്പോൾ പുതിയ പിള്ളേരുടെ കാലമാണ്. അവർ മലയാള സിനിമയെ അങ്ങ് മാറ്റിക്കളഞ്ഞു. ആ മാറ്റം ഒട്ടും ഉൾക്കൊള്ളാതെ മലയാള സിനിമയിൽ അവശേഷിക്കുന്നത് ദിലീപും ദിലീപിന്റെ എർത്തുകളും മാത്രമെന്ന് പറയാതെ വയ്യ. ദിലീപ് തന്നെയാണ് ദിലീപിന്റെ ഏറ്റവും വലിയ ശത്രു എന്നാണ് R.K. തിരൂർ കുറിപ്പിലൂടെ പറയുന്നത്. അതേസമയം ഈ കുറിപ്പിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി ആളുകളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെയൊന്ന് ഞാനും പറയാനിരുന്നതാണെന്നാണ് നിസ രവീന്ദ്രൻ എന്നയാൾ കുറിച്ചത്. ഇയാൾ എന്താ അടുത്ത ഇലക്ഷനിൽ മത്സരിക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോകും ചില PR വർക്ക് കാണുമ്പോൾ. കഴിവുണ്ടെങ്കിൽ മാറിയ മലയാള സിനിമയ്ക്കൊപ്പം നിൽക്കുന്ന ക്ലാസ് സിനിമകളുമായി വരട്ടെ. അല്ലാതെ ഈ വിദ്വാന്റെ കുറി തൊട്ട് മുണ്ടെടുത്ത് കുറെ പെയ്ഡ് റീൽസ് ഇട്ട് വെറുപ്പ് കൂട്ടരുതെന്ന് അവർ പറയുന്നു. ഇന്നത്തെ ടോവിനോ, രാജുവേട്ടൻ, അതായത് ARM, ആടുജീവിതം, എമ്പുരാൻ ഇതിനോടൊക്കെ മേക്കിങ്ങിൽ പോലും കടിപിടിക്കാൻ പറ്റുന്ന തരത്തിൽ കഥകളും അഭിനയവും ഒക്കെയായി വരട്ടെ. അതിന് കുറെ പുളിക്കും. ഇദ്ദേഹത്തിന് സിനിമയെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല. 90 വസന്തം ഫാൻസിനൊക്കെ ഇവൻ ആരുടെയോ ഏട്ടനാണ്. ഏതായാലും എന്റെയല്ല. പുള്ളിയുടെ ഓരോ സിനിമകൾക്കും കേറിയ ആളുകളുടെ ബ്രെയിനിന്റെ വളർച്ചയല്ല ഇന്നത്തെ ആളുകൾ. സിനിമകൾ തന്നെ നോക്ക്. പരീക്ഷണങ്ങളെ വിജയിപ്പിക്കുകയാണ് രാജുവേട്ടൻ ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്നത്. ടോവിനോന്റെ ARM മൂവിയിലെ ആക്ടിംഗ് തന്നെ എടുത്താൽ മതി. ഇദ്ദേഹത്തിന്
പഠിക്കാനുള്ളത് അതിലുണ്ട്. ക്ലാസ് മൂവി എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ ടൈറ്റാനിക് സിനിമയിൽ കണ്ടതിനേക്കാൾ ഗംഭീര മേക്കിംഗ് ആണ് എമ്പുരാനൊക്കെ. വിവാദം ഒരു വശത്ത് കിടക്കട്ടെ. മൊത്തത്തിൽ ഒരു മൂവി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിൽ കാണുന്നതിനേക്കാൾ ഗംഭീരമായത് സ്ക്രീനിൽ കാണണമെന്നും അവർ അവകാശപ്പെടുന്നു. എനിക്ക് തോന്നുന്നത് ഒരു വ്യത്യസ്തത പരീക്ഷിച്ചു വിജയിപ്പിച്ചത് സ്ക്രീനിൽ കാണുന്നത് ഇയോബിന്റെ പുസ്തകം എന്ന മൂവിയിലാണ്. ഒരു ഏട്ടനും കുറെ ഊളത്തരങ്ങളും ഈ AI യുഗത്തിലും കൊണ്ടുവരുന്നതാണ് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ്. അന്നും ഇയാൾ ഞാനൊന്നും ജനപ്രിയനായി കണ്ടിട്ടില്ല. കാരണം കാമ്പും കഴമ്പുമുള്ള ഒരു സിനിമ ഉണ്ടാക്കിയ മലയാള ചലച്ചിത്ര ലോകത്തിന് സമർപ്പിക്കാൻ ഇയാൾക്ക് സാധിച്ചിട്ടില്ല. വയറ്റിപ്പിഴപ്പിന് വേണ്ടി ചെയ്യുന്നതും ഏത് മേഖലയിലാണോ കൈവച്ചത് അതിൽ പുതുമകൾ കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചു ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. ഇന്ന് പഠിക്കാൻ പറ്റുന്ന സിനിമകൾ ധാരാളം പിറന്നു. ഉർമി, ആടുജീവിതം, അങ്ങനെ മേക്കിംഗ്, പശ്ചാത്തല നിറങ്ങളുടെ ക്രമീകരണം, സംഗീതത്തിലെ പരീക്ഷണങ്ങൾ ഉദാഹരണം. ഇയോബിന്റെ പുസ്തകത്തിലെ രാവേ എന്ന് തുടങ്ങുന്ന പാട്ടിലെ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത് മാത്രം കണ്ടാൽ മതി ഏത് ലെവലിലാണ് മലയാളം സിനിമ എത്തി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ. പുള്ളി ആരും ഒന്നും ചെയ്തിട്ടല്ല ഇയാൾ പോയി ജയിലിൽ കിടന്നത്. ഇന്നത്തെ രാജുവേട്ടൻ, ടൊവിനോ, ഷെയ്ൻ നിഗം ഇവർക്കാർക്കും ഇയാളെയൊക്കെ ഒതുക്കി സിനിമ എടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇയാൾ എത്ര മുക്കിയാലും അവരുടെയൊന്നും നിലവാരത്തിന്റെ 10-1 പോലും എത്തില്ല. പിന്നെ ഇതിനെയൊക്കെ ആരൊതുക്കി? എന്തിനൊതുക്കി? ഒതുക്കിനൊന്നും ഒരു ഉളുപ്പുമില്ലേ? ഞാൻ പറയണമെന്ന് വിചാരിച്ച കാര്യമാണ് ഡോക്ടർ RK തിരൂരിന്റെ പോസ്റ്റിലുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. നിരവധി കമന്റുകളാണ് ഇതിനനുസരിച്ച് വരുന്നത്. അതേസമയം തന്നെ കേരളക്കരയാകെ പിടിച്ചുകുലുക്കിയ സംഭവമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ്. ഈ സംഭവം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 2017 ഫെബ്രുവരി 17 തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടി ആക്രമിക്കപ്പെട്ടത്. കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത്. പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ കേസിലെ വിചാരണ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതേസമയം ഇപ്പോൾ ദിലീപിന് കനത്ത തിരിച്ചടിയാണ് ഏറ്റത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരുന്നു. വിചാരണ അവസാന ഘട്ടത്തിൽ എത്തിയെന്നത് വിലയിരുത്തിയാണ് ഹർജി തള്ളിയിരുന്നത്. നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയതിനെതിരെ തുടർന്നാണ് ദിലീപ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. കേസിൽ നിഷ്പക്ഷ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസിയെ വേണമെന്ന് ആവശ്യപ്പെട്ട് 4 വർഷം മുമ്പാണ് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ കേസിന്റെ വിചാരണയ്ക്കിടെ കോടതി ദിലീപിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. കേസിന്റെ നടപടിക്രമങ്ങൾ നീട്ടുന്നതിനായാണ് CBI അന്വേഷണം ആവശ്യപ്പെടുന്നതെന്ന് കോടതി നിരീക്ഷിച്ചു. കേസിന് വിചാരണ ഏത് ഘട്ടത്തിലാണെന്നും കോടതി സർക്കാരിനോട് ചോദിച്ചിരുന്നു. കേസിന്റെ അന്തിമവാദം കേട്ടതിനു ശേഷമാണ് കോടതി ദിലീപിന്റെ ആവശ്യം തള്ളുകയും ഹർജി തീർപ്പാക്കുകയും ചെയ്തത്. കേസ് ഏത് ഏജൻസി അന്വേഷിക്കണമെന്ന് പ്രതിക്ക് ആവശ്യപ്പെടാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് നേരത്തെ ദിലീപിന്റെ ഹർജി സിംഗിൾ ബെഞ്ച് തള്ളിയത്. നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അവസാന ഘട്ടത്തിലാണ്. അന്തിമവാദം പൂർത്തിയാക്കിയ ജൂണിൽ വിധി പുറപ്പെടുവിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ 8ാം പ്രതിയാണ് ദിലീപ്. 2017 ജൂലൈ 10 നടൻ ദിലീപ് അറസ്റ്റിലാകുന്നത്. ഗൂഢാലോചന കുറ്റം ചുമത്തിയായിരുന്നു ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ ദിലീപിനെതിരെ 19 തെളിവുകളുണ്ടെന്നായിരുന്നു അന്ന് പോലീസ് പറഞ്ഞത്. അറസ്റ്റിന് പിന്നാലെ ജാമ്യം ലഭിക്കുമെന്ന് ദിലീപ് പ്രതീക്ഷിച്ചെങ്കിലും 85 ദിവസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഒടുവിൽ ഒക്ടോബർ 3 ദിലീപിന് ജാമ്യം ലഭിച്ചത്. അന്ന് മുതൽ കേസുമായി ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റ് കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും 50-ന് മുകളിൽ ഹർജികളാണ് നൽകിയത്. ലക്ഷങ്ങൾ ഫീസായി നൽകി ഇന്ത്യയിലെ തന്നെ പ്രബലരായ വക്കീലന്മാരെ നിയോഗിച്ചിരുന്നു ദിലീപ് ഈ ഹർജികളെല്ലാം സമർപ്പിച്ചത്. ആദ്യം നടി ആക്രമിക്കപ്പെട്ട കേസിലെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടും രേഖകൾ ആവശ്യപ്പെട്ടുമെല്ലാം ദിലീപ് ഹർജികൾ നൽകി. പിന്നീട് പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നും കുറ്റവിമുക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോടതിയിലെത്തിയത്. ഈ വിടുതൽ ഹർജി പിന്നീട് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ദിലീപ് പിൻവലിക്കുകയായിരുന്നു. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലും തുടർന്ന് കേസിൽ തുടരന്വേഷണം നടത്താനുള്ള തീരുമാനത്തിനെതിരെയും ദിലീപ് കോടതിയിലെത്തിയിരുന്നു. കേസിൽ വിചാരണ വൈകുന്നുവെന്ന് ആരോപിച്ചടക്കം ദിലീപ് ഹർജി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം ദിലീപിന്റെ തന്ത്രങ്ങൾ മാത്രമാണെന്നും വിചാരണ വൈകുന്നുവെന്ന് ആരോപിച്ചുള്ള ഹർജിയടക്കം മനഃപൂർവ്വം കേസ് വൈകിപ്പിക്കാനുള്ള നടന്ന ശ്രമങ്ങൾ ഭാഗമാണെന്നും സർക്കാർ ഹൈക്കോടതി അറിയിച്ചിരുന്നു. തുടരെയുള്ള ഹർജികളിൽ അതിജീവിതയും നടനെതിരെ രംഗത്തെത്തിയിരുന്നു. അതേസമയം നടിയെ ആക്രമിക്കാനായി ദിലീപ് നൽകിയത് 1.5 കോടിയുടെ കൊട്ടേഷനാണെന്നാണ് സുനി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചാനലിലെ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ വെളിപ്പെടുത്തിയിരുന്നത്. ഇനി തനിക്ക് 80 ലക്ഷം രൂപയോളം കിട്ടാനുണ്ടെന്നും പൾസർ സുനി അവകാശപ്പെടുന്നു. എന്തുകൊണ്ടാണ് ദിലീപ് ഇത്തരമൊരു കൊട്ടേഷനിലേക്ക് നീങ്ങിയതെന്നും മാധ്യമപ്രവർത്തകനോട് പൾസർ സുനി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേസിൽ നിർണായക തെളിവായി മാറിയേക്കാവുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും മെമ്മറി കാർഡും സുരക്ഷിതമായിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ അത് എവിടെയാണെന്ന് തുറന്നു പറയാൻ പൾസർ സുനി തയ്യാറായില്ല. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളുടെ 1-ലേറെ പകർപ്പുകൾ എടുത്തിട്ടുണ്ടെന്ന നിർണായക വെളിപ്പെടുത്തലും 1-ാം പ്രതി നടത്തുന്നുണ്ട്. പകർപ്പുകൾ പോലീസിന്റെ കൈവശമുണ്ടെങ്കിലും യഥാർത്ഥ മെമ്മറി കാർഡ്
കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല. വിചാരണ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ പ്രോസിക്യൂഷന് സഹായകരമാകുന്ന തെളിവായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തന്നെ ആക്രമിക്കരുതെന്ന് നടി കരഞ്ഞു പറഞ്ഞിരുന്നുവെന്ന വെളിപ്പെടുത്തലും സുനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് അതിജീവിതയ്ക്ക് അറിയാമായിരുന്നു. തന്നെ ആക്രമിക്കാതിരുന്നാൽ എത്ര പണം വേണമെങ്കിലും നൽകാമെന്ന് നടി പറഞ്ഞു. എന്നാൽ അതിന് ഞാൻ തയ്യാറായില്ല. ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ജയിലിൽ പോകാതെ സുഖമായി കഴിയാമായിരുന്നു. എന്നാൽ അതിലും വലിയ ഓഫർ കൊട്ടേഷൻ നൽകിയവർ തന്നു. സ്വാഭാവികമായി ദൃശ്യങ്ങൾ എടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഫ്ളാറ്റിൽ കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പൾസർ സുനി പറയുന്നു. നടിയെ ബലാത്സംഗം ചെയ്യാൻ 1.5 കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയത്. ബലാത്സംഗം പകർത്താനും നിർദ്ദേശിച്ചു. എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് അതിജീവിതയ്ക്ക് അറിയാം. അതിക്രമം ഒഴിവാക്കാൻ എത്ര കാശും തരാമെന്ന് അതിജീവിത പറഞ്ഞു. തന്നെ കുടുംബം തകർത്തതിൽ വൈരാഗ്യമായിരുന്നു ദിലീപിന്. അക്രമം നടക്കുമ്പോൾ ഞാൻ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഏതാണ്ട് 2 മണിക്കൂർ നേരമാണ് നടിയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചത്. പലതവണ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തി. ബലാത്സംഗത്തിലൂടെ അതിജീവിതയെ പൂട്ടുകയായിരുന്നു ലക്ഷ്യമെന്നുമാണ് പൾസർ സുനി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പും സമാനമായ രീതിയിലുള്ള കൃത്യം ചെയ്തിട്ടുണ്ടെന്നാണ് പൾസർ സുനി പറയുന്നത്. എന്നാൽ അവർ ആരും കേസിൽ പോയില്ല. എല്ലാം ഒത്തുതീർപ്പിൽ എത്തുകയായിരുന്നു. അതൊന്നും ദിലീപ് പറഞ്ഞിട്ടായിരുന്നില്ലെന്നും സുനി പറഞ്ഞിരുന്നു.